പിന്നെ ഒരു വാഷ്റൂം ബ്രേക്കിന് ഇടയ്ക്ക് നിർത്തിയായിരുന്നു. കോയമ്പത്തൂരാണെന്ന് തോന്നുന്നു. അങ്ങനെ വാഷ്റൂം ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചത് ഈ വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ വണ്ടിയിലേക്ക് കയറി കുറച്ച് നേരം ഇരുന്നിട്ടും വണ്ടി വിടുന്നില്ല, ആൾക്കാർ വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ പുറത്തിറങ്ങാം. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ പുറത്തിറങ്ങിയിട്ട് അവിടെയുള്ള ഒരു കഫേയിൽ പോയിട്ട് ഞാനൊരു സ്പ്രൈറ്റ് മേടിച്ചു. നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ സ്പ്രൈറ്റ് മേടിച്ചിട്ട് ഞാൻ പിന്നെ വേഗം വന്ന് വണ്ടിയിൽ കയറി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. ഫോണിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഈ സ്ഥലം ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എൻ്റെ ഊഹം അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇത് വാളയാറാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വാളയാറും ക്രോസ് ചെയ്തിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലപോലെ ഉറക്ക ക്ഷീണമുണ്ട്. പക്ഷെ തണുപ്പ് കാരണം കാര്യമായിട്ട് ഉറങ്ങാനും പറ്റണില്ല. അങ്ങനെ ഒന്നുകൂടെ ചെറുതായിട്ട് മയങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് ചാലക്കുടിയിലെ ബ്ലോക്കിൽ കിടക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് കല്ലടയുടെ സ്ലീപ്പർ ബസ് കിടപ്പുണ്ട്. ഒരു മണിക്കൂറോളം ചാലക്കുടിയിലും കൊരട്ടിയിലും കറുകുറ്റിയിലും ഒക്കെ ആയിട്ട് വണ്ടി ബ്ലോക്കിൽ പെട്ട് കിടന്നു. അങ്ങനെ ആ കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിലൂടെ നമ്മുടെ വണ്ടി ഇങ്ങനെ ആടി ഒലഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്ലോക്കിൽ നിന്നൊക്കെ എങ്ങനെയോ താണ്ടി വണ്ടി നമ്മുടെ അങ്കമാലിയിലെത്തിയിട്ടുണ്ട്. നമുക്ക് കോട്ടയത്താണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇനി അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, അവിടുന്ന് ഈ വണ്ടി നേരെ തൊടുപുഴയ്ക്ക് പോകും. തൊടുപുഴയ്ക്ക് പോയിട്ട് അവിടുന്ന് പാല, ഏറ്റുമാനൂർ വഴിയാണ് കോട്ടയത്ത് എത്തുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 6:30 മണിയായിട്ടുണ്ട്. 6:30 മണിയായപ്പോൾ നമ്മളത് കാലടി പാലത്തിൽ കയറി. പുതിയ പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. എന്ന് തീരുവോ ആവും. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് പെരുമ്പാവൂരെത്തി. പെരുമ്പാവൂർ തടിലോറികളെല്ലാം ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്നുണ്ട്. ആ കാഴ്ചയൊക്കെ കണ്ട് വീണ്ടും ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരോടെ കഴിഞ്ഞത് നമ്മൾ മൂവാറ്റുപുഴയിലെത്തി. മൂവാറ്റുപുഴയൊക്കെ ആകെ മാറിപ്പോയി. റോഡൊക്കെ വളരെ ശോകമാണ്. പോരാത്തതിന് നല്ല മഴയും. എന്തേ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. മഴയാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ് പുറത്ത്. ഇങ്ങനെ മൂവാറ്റുപുഴ റൗണ്ടിലെത്തി. നമ്മളിത് കോട്ടയം അടുക്കുന്നതും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ മൂവാറ്റുപുഴയിൽ നിന്നൊരു ഷോർട്ട് കട്ട് എടുത്തപ്പോഴത്തേക്കും ഒരു വലിയ ലോറി ആ റോഡിൽ കുടുങ്ങി. അങ്ങനെ അവിടെ ഒരു 10 മിനിറ്റോളം പോസ്റ്റായി. അപ്പോൾ പയ്യെ വണ്ടി തിരിച്ചുകൊണ്ട് പോയതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് യാത്ര തുടർന്നത്. മൂവാറ്റുപുഴയും താണ്ടി നമ്മളത് തൊടുപുഴ അടുക്കാറായിട്ടുണ്ട്. പിന്നെ തൊടുപുഴയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമ്മളത് പയ്യെ പാലായിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ പാലാ ടൗൺ കണ്ടപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. നമ്മൾ ഫൈനലി പാലായിലെത്തിയിട്ടുണ്ട്. ഇനി